ഈ ലൊക്കേഷനിൽ അങ്ങനെ ഇതാരും കണ്ടിട്ടുണ്ടാവില്ല. കിടക്കണേ ലെംബോ എസ്റ്റിയോ എനിക്ക് ഈ എസ്തോസിൻ്റെ കണ്ടിട്ടോ. അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് യാസ് മറീനിലാണ്. ഇന്ന് റേസിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ റേസിംഗ് മാത്രമല്ല ഫോട്ടോ ഷോ ഉണ്ട് എന്നാണ് പറഞ്ഞേ. കറക്റ്റ് അറിയില്ല, എന്തായാലും ചെന്ന് നോക്കട്ടെ. മിക്കവാറും അടിപൊളി പരിപാടിയൊക്കെ. കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്. എന്തായാലും കുറേ വണ്ടികളുണ്ടെന്ന്. അപ്പം എന്തായാലും നമുക്ക് അത് കണ്ടോക്കാം. എന്നും യാസൊക്കെ തന്നെയാണ്, പക്ഷേ ഇന്ന് വെറൈറ്റി വണ്ടികൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇന്നും പോകുന്നത്. അപ്പോൾ എന്തായാലും കണ്ടോക്കി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ക്ലാസ്സിൽ വന്നതാ ഉപകാരം. എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി കാണാം. അപ്പം വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണ്ട എന്തായാലും. ഓക്കെ, ക്ലാസ്സിൽ വന്നാൽ ഫ്രീ ആയിട്ട് ചില ടൈമിൽ റേസ് കാണാൻ പറ്റിയ ഒറ്റൊരു സ്പോട്ടുള്ളൂ കേട്ടോ. അത് ഞങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു. ഈ ഒരു ഒറ്റ സ്പോട്ട് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ വന്നാൽ ഫ്രീ ആയിട്ട് റേസ് കാണാൻ പറ്റിയൊരു സ്പോട്ട്. ഇവിടെ തോന്നെ ആൾക്കാർ വരുന്നത് കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട്. ഞാൻ എന്നാലും അതിൻ്റെ അത് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ ഫ്രീ സ്പോട്ടിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 4-5 റേസ് ഞാൻ കണ്ടുപോകും. ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് കണ്ടുപോകും. അപ്പുറത്തെ ഗ്രാൻഡ് സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ടിക്കറ്റൊക്കെ എടുത്ത് കയറണം. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ഇപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ അത്യാവശ്യം നല്ല റേസുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ ലൊക്കേഷനിലെല്ലാം ഇതും കാണാം. ഈ ലൊക്കേഷനിൽ അങ്ങനെ ഇതാരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ കിടക്കണേ F1 മൂവിയിൽ യൂസ് ചെയ്ത കാറാട്ടോ. അങ്ങനെ എന്തെല്ലാം കിടക്കുന്നുണ്ട് അറിയാം ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ അങ്ങനെ തോന്നെ ആൾക്ക് അറിയില്ല കേട്ടോ ഇത് ഈ ലൊക്കേഷൻ. കിടക്കണുണ്ടോ? ഇതൊന്നും പുറത്ത് നിന്നാൽ കിട്ടൂല. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും പുറത്ത് നിന്നാൽ കിട്ടൂല. ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ കാണാം നമുക്ക്. F1 കാറ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അഥവാ ലൊക്കേഷൻ അറിയാത്തവർക്ക് യാസ് കാർട്ട് സോണിന് അടിച്ചിട്ട് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് പോന്നാൽ മതി. ഇവിടെ വന്നതൊക്കെ കാണാം. എന്തായാലും വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മിസ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇത്ര അടിപൊളിയായിട്ട് ഇവിടെ അടുത്ത് റേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഫ്രീ ആയിട്ട് കാണാമെന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനം നോക്കിയേ, അയ്യോ S1000 RR. എന്ത് കളറല്ലേ, കാർബൺ ഫൈബറും കാര്യങ്ങളൊക്കെ കേട്ടോ. അക്രാബോയിച്ചിൻ്റെ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വേറൊരു RR1000 ഒരു ബൂസൊക്കെ ഉണ്ട്. ഫുള്ള് കാർബൺ ഫൈബറും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട്. സീറ്റ് മുതലെല്ലാം കാർബൺ ഫൈബറാണ്. എനിക്ക് ഈ S1000 കണ്ടിട്ടാ എന്ത് രസമല്ലേ. പക്ഷേ ചില സ്ഥലത്തൊക്കെ കുറച്ച് ഓവറിലെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു നിഞ്ച H2 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ കാർബണാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലൂ ഷെയ്ഡ് അടിച്ച് കേട്ടോ. 10R ഒക്കെ കേട്ടോ. കവാസാക്കി പഴയ S1000 ബൂസ അങ്ങനെ ഒരു H2 നോക്കിയാൽ നല്ല രസമുള്ള ഒരു H2. അക്രാബോയിച്ചിൻ്റെ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ വണ്ണല്ലേ.
അവിടേക്ക് എങ്ങനെയും എത്തി. അവിടുത്തെ അവിടെ കുറേ വണ്ടികളുണ്ട്. അവിടെ എങ്ങനെയും എത്താൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നേരത്തെ കാണിച്ചു തന്ന ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ട് എന്നാലും ഇതിനുള്ളിൽ കുറേ വണ്ടികളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിനുള്ളിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നല്ല അടിപൊളി ആൾക്കാരും ഉണ്ട്. ഡ്രാഗ് റേസിൻ്റെ പിറ്റാട്ടത്. വൈറ്റ് GTR. എനിക്ക് BMൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എന്ത് രസമാണ്. ഇതിൻ്റെ ലോഗവും കാര്യങ്ങളും നോക്കി രസമുണ്ട് കേട്ടോ ലോഗോ. GT63 അല്ലേ? അതിൻ്റെ ഡബിൾ ടോൺ കളറൊക്കെ ഫ്രണ്ടിൽ ബ്ലാക്കും ബാക്കിൽ ഇങ്ങനെ ഫെയ്ഡായിട്ട് ഗ്ലാസ്സൊക്കെ കാർബൺ കേട്ടോ. രണ്ട് അടിപൊളി GTR കാര്യങ്ങളൊക്കെ. അയ്യവ ഇതൊക്കെ ഒന്ന് ട്രാക്കിൽ ഇറങ്ങിയ വണ്ടികളാണ് കേട്ടോ. ടയറൊക്കെ നോക്കേ, ട്രാക്ക് ടയർസൊക്കെ ഇട്ടിട്ട്. അയ്യവ ഒരു ഗോൾഫ് അല്ലത് ഗോൾഫ് S1000RR. ഒരു മാറ്റ് വൈറ്റ് അല്ലേ? നല്ല രസമുള്ളൊരു കളർ കിട്ടും. വാഷ് ചെയ്യാനായിരിക്കണം. M8 കോമ്പറ്റീഷൻ കേട്ടോ. M8 ആണ്. ലേഡി ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡ്രാഗിന് ഇറങ്ങാനുള്ള വണ്ടികളാട്ടോ. നിറച്ച് വണ്ടികളാട്ടോ. ഒരു ക്ലാസിക് ഹാർലി ഡേവിഡ്സൺ. ഓ രസമുണ്ട്. ഒരു സൂപ്ര ഒക്കെ അടിപൊളി. എക്സോസ്റ്റ് ഒക്കെ നോക്കി. ഓ ഈ ഫ്രെയിം ഒക്കെ ഒരു GTRും കാര്യങ്ങളൊക്കെ സൗദി വണ്ടി ആട്ടോ ഈ GTR. അയ്യവ മുതലായി വന്നീന്. 2 കേട്ടോ. ഒരു ലെംബോ STO. ഓ എന്ത് ഫ്രെയിമല്ലേ. 3 ഏകദേശം സെയിം കളർ കേട്ടോ. അയ്യവ ഈ ലംബോർഗിനിൻ്റെ ഉള്ളിൽ കോ ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റേസിന് വേണ്ടിയിട്ട് ഊരിട്ടെടുത്തു. അയ്യവ പറഞ്ഞില്ല, ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് അടിപൊളി വണ്ടികൾ കാണാം കേട്ടോ. അയ്യവ R8 ഓഡി R8 STO ലംബോർഗിനി. എത്ര കാണും GTRകൾ അറിയാം. R35. ഓക്കെ കാണുന്നതൊക്കെ GTR. എത്ര കാണും GTR അതിൻ്റെ ഉള്ളിലാക്കണേ, അപ്പുറത്താക്കണേ. ഫുള്ള് GTRകൾ കേട്ടോ. ആകെ GTR സർവൻ GTR കേട്ടോ. ഇതൊക്കെ നോക്കി എന്ത് രസമല്ലേ. കൂടെ ഒരു ടീമാട്ടോ കണ്ടോ. ഈ സബ്-സീറോ മോട്ടോ സ്പോർട്ട് പറഞ്ഞ ആ ടീമിൻ്റെ വണ്ടികളാണ്. കാരണം എല്ലാ വണ്ടിമ്മയും ആ ടീമിൻ്റെ പേരുണ്ട്. ഒരു സുബാറു WRX ഇൻഫിനിറ്റി 400R. ഇത് ഒമാൻ വണ്ടി കേട്ടോ. അയ്യവ ഒരു R8 V10. ഒരു ലംബോർഗിനി. ഇപ്പോഴത്തെ ഒരു ഇൻഫിനിറ്റി G37. R8 ഒക്കെ നോക്കല്ലേ, എന്ത് ചൊറുക്കാല്ലേ. വന്നതിന് മുതലായി. ഈ ലംബോ നോക്കേ. ആഹാ എന്ത് മുതലല്ലേ. ഒരു പെട്രോളൊക്കെ എക്സോസ്റ്റിൻ്റെ വണ്ണം വലിപ്പം നോക്കേ. വീലൊക്കെ എന്ത് രസമല്ലേ കാണാൻ. വോക്സ് റേസിങ്ങിൻ്റെ ഒരു വീല് കാര്യങ്ങൾ. മിഷലിൻ്റെ ടയർ. എക്സോസ്റ്റ് കണ്ടിട്ടാണ് എനിക്ക്. എൻജിൻ ബേ ഒക്കെ നോക്കേ. എത്രയും ഇൻടേക്കിൻ്റെ ഒക്കെ വണ്ണം. അയ്യവ നല്ല ഇഷ്ടപ്പെട്ടു ഈ വീല്. C6 തോന്നുന്നു കേട്ടോ അത്. കോർവെറ്റ്. ബാക്കിലൊരു C5 C6 ഏതോ ഒന്ന്. ഇത് കറക്റ്റ് അറിയില്ല കോർവെറ്റിൻ്റെ ഒരു മോഡൽസിനെ കുറിച്ച്.
വീലൊക്കെ നോക്കേ. അയ്യവാ ഒരു AMG GT ഒക്കെ ആ ബ്രേക്ക് കിട്ടാത്തുമ്പോൾ പാരച്ചൂട്ടൊക്കെ യൂസ് ചെയ്ത് നിർത്താനുള്ള വണ്ടി കേട്ടോ. ഒക്കെ സൗദി വണ്ടിയാണ്, നല്ല വണ്ടികളുണ്ട് കേട്ടോ. വന്നിന് മുതലായി റോൾ ഗേജും കാര്യങ്ങളൊക്കെ. വണ്ടികളുണ്ടാവുമെന്ന് കരുതിയില്ല കേട്ടോ. എന്തുമാത്രം വണ്ടികളറിയോ. നമ്മൾ സാധനം കണ്ടു സിവിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. സിവിക്ക് ഇതൊക്കെ ട്രാക്ക് സ്പെക്കാണ് കേട്ടോ. ടയേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട് വീല് വെച്ചാണ് എന്തുമാത്രം സ്പീഡിലത് പോവുക അറിയോ. സിവിക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. M3 കോമ്പറ്റീഷന്, അപ്പുറത്തൊരു കാഡിലാക്ക് V. M3 എന്ത് രസമറിയാം കാണാൻ. വീലൊക്കെ നോക്കാം. അയ്യോ അപ്പുറത്തൊരു GTR. ഇതിനുള്ളിൽ കയറിയിട്ട് മുതലായിട്ട് എന്തായാലും ഇതിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് കരുതിയതല്ല. നേരം നിൽക്കൂല, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ഇങ്ങോട്ട് പോന്നു. നല്ല ലേഡി റൈഡറാണ്. അതിൻ്റെ ഒന്ന് കണ്ടോക്കെ എന്തായാലും. അതിൻ്റെ VIP ഏരിയ കേട്ടോ. അവിടേക്കും ഞാനെത്തി. അതാണ് വേറെ കാര്യം. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഞാൻ നെയിലൊക്കെ കയറി അറിയാം. VIP എന്തുമാതിരി ഫുഡ് അറിയാം. VIP സെക്ഷനിലൊക്കെ ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും VIP സെക്ഷനിലൊക്കെ ടിക്കറ്റ് എടുത്ത് കയറണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, അവിടെ എന്താ വ്യൂ വരുന്ന നേരല്ല, മുമ്പിൽ തന്നെ ഒരു ബാരിയറാണ്. അപ്പോൾ വലിയൊരു വ്യൂ ഒന്നുമില്ല പറയാൻ. ആ പ്രൈസിനുള്ള വ്യൂ ഒന്നുമില്ല. ആ പ്രൈസിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഈ പാർക്കിങ്ങിൽ വെറൈറ്റി വണ്ടി വല്ലതും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഒരു അടിപൊളി GTR കാർബൺ ഫൈബർ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡ്, ഒരു ചെറിയ റെഡ് കളർ, നല്ല രസമുണ്ട് കേട്ടോ. വീലൊക്കെ നോക്കിയാൽ കൊള്ളാം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നത് എന്തായാലും മുതലായി. നല്ല വണ്ടികളും കാര്യങ്ങളും ഉണ്ട്. ഡ്രാഗ് റേസും കാര്യങ്ങളും അത്യാവശ്യം നല്ല സ്പെക്കുള്ള വണ്ടികളുള്ള ഡ്രാഗ് റേസ് ചെയ്യുന്നു. ഈ ലൊക്കേഷനിൽ വന്ന F1 കാർ കാണാം. 2 F1 കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്തായാലും നല്ല വണ്ടീൻ്റെ കണ്ടൻ്റ് ആയിട്ട് ഇനിയും വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.